സംസ്ഥാനത്തെ നെല്ല് സംഭരണം പ്രതിസന്ധിയിൽ. നെല്ല് സംഭരിക്കുന്നതിനായി സ്വകാര്യ നെല്ലുടമകളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് നെല്ല് സംഭരണം അവതാളത്തിലായത്. ഇതോടെ സംസ്ഥാനത്തൊട്ടാകെ 35,000-ഓളം ടൺ നെല്ലാണ് പാടശേഖരങ്ങളിൽ തന്നെ കെട്ടിക്കിടക്കുന്നത്. ഒക്ടോബർ 1 മുതൽ നെല്ല് സംഭരണം ആരംഭിക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശമുണ്ടായിട്ടും ഇതിനായി സ്വകാര്യ മില്ലുടമകളുമായി ധാരണയിലെത്താൻ കഴിയാത്തതാണ് ഇന്നു മുതൽ നടക്കേണ്ട നെല്ല് സംഭരണം പ്രതിസന്ധിയിലാക്കിയത്. സംഭരണ ചെലവിനായി കൂടുതൽ തുക അനുവദിക്കാതെ നെല്ല് സംഭരണം ആരംഭിക്കില്ലെന്നാണ് മില്ലുടമകളുടെ നിലപാട്. പ്രശ്നപരിഹാരത്തിനായി ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു. മില്ലുടമകൾ മാസങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യം നേരത്തെ ചർച്ച ചെയ്ത് പരിഹരിക്കാതെ അവസാന നിമിഷത്തേക്ക് വെച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. കേരളത്തിൽ സെപ്റ്റംബർ മുതൽ കൊയ്ത്ത് തുടങ്ങും. എന്നാൽ സംഭരണം ഒക്ടോബറിലേക്ക് മാറ്റിയതിനാൽ കൊയ്തെടുത്ത നെല്ല് സൂക്ഷിക്കാൻ പോലും കഴിയാതെ കർഷകർ ദുരിതത്തിലാണ്. ഇന്നു മുതൽ നടക്കേണ്ട നെല്ല് സംഭരണം പാളിയതോടെ വിവിധ ജില്ലകളിലായി 35,000-ഓളം ടൺ നെല്ലാണ് പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്നത്. 60% കൊയ്ത്തു പൂർത്തിയായ പാലക്കാട് മാത്രം 25,000-ഓളം ടൺ നെല്ല് കെട്ടിക്കിടക്കുന്നുണ്ട്. ഒന്നാം വിളയിൽ സംസ്ഥാനമൊട്ടാകെ ശരാശരി 1.5 ലക്ഷത്തോളം ടൺ നെല്ല് സംഭരിക്കുന്നുവെന്നാണ് സപ്ലൈകോ കണക്ക്. ഇതിനിടെ സംഭരണം വൈകിയത് മുതലെടുത്ത് 10,000-ഓളം ടൺ നെല്ല് പാലക്കാട് ജില്ലയിൽ നിന്നു മാത്രം കുറഞ്ഞ വിലയ്ക്ക് സ്വകാര്യ മില്ലുടമകൾ ശേഖരിച്ചു കഴിഞ്ഞു. സംഭരണം ഇനിയും വൈകിയാൽ കനത്ത നഷ്ടമാകും കർഷകർക്കുണ്ടാകുക. പ്രസാദ് ഉടുമ്പിശ്ശേരി, റിപ്പോർട്ടർ, പാലക്കാട്.